ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരും. എന്നെക്കുറിച്ച് അവന് വലിയ അഭിപ്രായം. മണ്ടൻ ഫ്രണ്ട്. ഞാൻ ഈ കാട്ടിൽ ഒരു രാജാവിനെ പോലെയാണെന്ന് അവൻ അറിയാം. ഗുഹയ്ക്ക് കാവൽക്കാരൊക്കെ ഉണ്ട് അല്ലേ എന്നവൻ ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ തട്ടിവിട്ടു. അമ്മേ, മുട്ടം പണി വരുന്നു. അതുകൊണ്ട് ഷേരു ഇവിടെ 1 മണിക്കൂർ കാവൽക്കാരനായി നിൽക്കണം. ഞാൻ രക്ഷപ്പെട്ടു. തൊപ്പി, വടി, കുന്തം, കത്തി ഇതൊക്കെ പിടിച്ചു വേണം നിൽക്കാൻ. എല്ലാം റെഡിയാക്ക്. എല്ലാം റെഡി. ഷേരു, ഇതൊക്കെ ഒന്ന് പിടിച്ചു നിൽക്ക്, കാണട്ടെ. തൊപ്പി ലൂസാ, മാറ്റണം. പണിയായി. അത് വേണ്ട ചേട്ടാ, തൊപ്പി പൊക്കി വെച്ച് പശ തേച്ച് ലൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ചു. അമ്മേ, ഇത് ഊരാൻ പറ്റില്ലേ സൂത്ര? അതൊക്കെ പിന്നെ നോക്കാം, താനൊന്ന് മിണ്ടാതിരി. കുന്തവും വടിയും കൂടി ഒരു കയ്യിൽ പിടിക്കണ്ട. കുന്തം ചുമ്മാ തോൾ ചാരി വെച്ചോ. ചാരി വെക്കാൻ പറ്റില്ല, വീഴുകയാ. സൂത്രമുണ്ട്, ഇതും ലൈറ്റായിട്ടൊന്ന് ഒട്ടിക്കാം. ഗമ പോരാ, ഒരു കാൽ പൊക്കി വെച്ച് ഞെളിഞ്ഞു നിൽക്കടോ. അത് മതി. ഷേരുവിൻ്റെ ഒരു ഗതികേടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ചേട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ എത്തും. കാല് സ്ലിപ്പാവുന്നു. താൻ ആ പുഴക്കരയിൽ പോയി വെയിറ്റ് ചെയ്യും, അവന് വഴി അറിയില്ല. അയ്യോ, അത് പറ്റില്ല. പറ്റില്ലെന്നോ? കാവൽക്കാരനായാൽ അനുസരണ വേണം. അതല്ല, സ്ലിപ്പാവാതിരിക്കാൻ കാലിൽ ലൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു വച്ചിരിക്കുക.